ഹലോ. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ കേട്ടോ. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് പേടിക്കേണ്ട 3 ടീമുണ്ട്. പേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു കൺഫ്യൂഷനിലാക്കുന്ന ഒരു ടീമുണ്ട്. ഒന്ന് ലേഡി റൈഡേഴ്സ് തന്നെയാണ്. രണ്ടാമത്തെ ഇത്തിരി പ്രായമായ അപ്പച്ചന്മാരായിരിക്കും. മൂന്നാമത്തെ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോച്ചേട്ടന്മാരാണ്. അവരെവിടേക്ക് തിരിയണോ എങ്ങോട്ട് തിരിയണോ എന്ന് ഒരാൾക്കും ഒരു പിടുത്തുണ്ടാവില്ല. അപ്പം വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാഗ്രതയാണ്. ഈ 3 ടീമിനെ കാണുമ്പോഴും നമ്മൾ ജാഗ്രതയോടുകൂടി പോവാം. ഫ്രണ്ടിൽ അവരുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക, അവരെവിടേക്ക് വേണമെങ്കിലും തിരിയാം. അപ്പം നമ്മുടെ സേഫ് നോക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കാം. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഈ ഇപ്പോൾ ഗ്രൂപ്പിലായാലും നമ്മുടെ ഫേസ്ബുക്കിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഒരുപാട് ഡ്രൈവർമാരുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യമാണ്. വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വളയം പിടിക്കുന്ന ചേട്ടന്മാർക്കൊപ്പം തന്നെ വളയിട്ട കൈകളും ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 വീലറും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങണത്. അശ്രദ്ധമായ ഓടിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ സ്കൂള് തുറന്നു കഴിയുമ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ ഇതിൽ വൈകി പോയാൽ അന്നത്തെ ദിവസം ആ വീട്ടമ്മയുടെ കാര്യം കട്ട പോകുകയാണ്. കാരണം കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും കുത്തിപ്പോക്കി ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വേണം ഈ ജോലിക്ക് പോകണ അമ്മമാർക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ അവരുടെ നേരം ഒന്ന് വൈകും. നേരം വൈകി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ പിറകേലോ എവിടെയെങ്കിലും വന്നിട്ടൊന്ന് ഹോൺ അടിക്കും, ഒന്ന് സൈഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് സൈഡ് കൊടുത്തേരെ. നമ്മുടെ വീട്ടിലെ അമ്മമാരായാലും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരായാലും നിങ്ങളുടെ ഭാര്യ ആയാലും അവർക്കൊക്കെ നിങ്ങൾ ഒരു സോഫ്റ്റ് കോർണറിൽ നിങ്ങൾ എന്തായാലും ചെയ്യുമല്ലോ. അപ്പോൾ ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് ലേഡി റൈഡേഴ്സിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അശ്രദ്ധമായ ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബം ചിലപ്പോൾ പലപ്പോഴും നമുക്ക് അപകടം വന്നാലും ആ വണ്ടിക്കാരന് അപകടം വന്നാലും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, പലപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ ഒരു വളവുണ്ടെങ്കിൽ ആ വളവത്തായിരിക്കും വണ്ടി കൊണ്ടുവന്ന്, ഒരു ബസ്സാണെങ്കിൽ ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടാവുന്നത് മിക്കപ്പോഴും ആ വളവത്തായിരിക്കും. ഒരു ഇത്തിരി അങ്ങോട്ട് നീക്കിയോ ആ വളവ് തിരിഞ്ഞ് ചെല്ലുന്ന കുറച്ചിടം മുമ്പോട്ട് നീക്കി നിർത്തിയെന്ന് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇത് വണ്ടിയിലെ ഡ്രൈവേഴ്സ് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, നാട്ടിലെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പലപ്പോഴും അത് ചെയ്യാറില്ല. ആ വളവത്ത് തന്നെയായിരിക്കും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആ വളവ് തിരിഞ്ഞു വരുന്ന നിമിഷം തന്നെ വണ്ടി നിർത്താണ്. പിറകിൽ നിന്ന് വരുന്ന വണ്ടികൾ ബ്ലോക്ക് ആവുന്നു. നാട്ടുപ്രദേശത്തായതുകൊണ്ട് ബ്ലോക്ക് ആവില്ല എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ജോലിക്ക് പോകുന്നവർ നേരം കൈ പിടിച്ചിട്ടായിരിക്കും പോണേ. ഓഫീസിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലാണെങ്കിൽ അവർക്ക് ചെല്ലുമ്പോൾ അവിടെ പഞ്ച് ചെയ്യുന്ന ടൈം തെറ്റിക്കഴിഞ്ഞാലുള്ളത് അത് പ്രശ്നമാണ്. ഇവർ കറക്റ്റ് ടൈമിൽ പോകണം എന്നൊക്കെ കരുതിയായിരിക്കും അന്നത്തെ ദിവസം തുടങ്ങണേ. പക്ഷെ ഒന്ന് കറണ്ട് പോയി, ചമ്മന്തി അരയ്ക്കാൻ വെച്ചേക്കണ തേങ്ങ ചിലപ്പോൾ അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതാകെ അവതാളത്തിലായി. ഡ്രസ്സ് അയൺ ചെയ്യണത് ചിലപ്പോൾ ആ ജോലിക്ക് പോണ വ്യക്തിയുടെ ഡ്രസ്സായിരിക്കും ചിലപ്പോൾ അയൺ ചെയ്യാത്ത, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആയിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം അത് നേരം വൈകി. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ നേരം വൈകിയ ആ ഒരു സമയം കൈ പിടിച്ചിട്ടാണ് പലപ്പോഴും പല അമ്മമാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണത്. അപ്പോൾ അവരിത്തിരി ഒന്ന് നിങ്ങളോടൊരു ഹോൺ അടിച്ച് ഒന്ന് സൈഡ് ചോദിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങനെ കടന്ന് പൊക്കോട്ടെ എന്നൊന്ന് കരുതിയേക്ക്. പലപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു ദുരനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ നേരെ കൈ പിടിച്ചിട്ടാണ്. കാരണം 2 പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോണത്. അപ്പോൾ ജോലിക്ക് പോണ സമയത്ത് പലപ്പോഴും ഞാൻ എല്ലാ ഡ്രൈവേഴ്സിനൊന്നും കുറ്റം പറയണില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ അത്ഭുതത്തോടെയും ജിജ്ഞാസയോടെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും നോക്കി കണ്ടേക്കുന്നതാണ്. ഈ വലിയ വണ്ടി ഈ ഒരു ചക്രത്തും ഉരുട്ടണ കാണുമ്പോൾ അത്രയും സന്തോഷത്തോടുകൂടി നോക്കി കണ്ടവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. ഇവരെ നമ്മൾ ബഹുമാനത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. എങ്കിലും പല ചേട്ടന്മാർക്ക് അല്ലെങ്കിൽ പല ഡ്രൈവേഴ്സിനും ലേഡി റൈഡേഴ്സ് കടന്നു വരുന്ന കാണുമ്പോൾ ചിലപ്പം അവർ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ദോഷം കൊണ്ടോ കറക്റ്റ് റോഡിന് നടുക്കേ കൂടെ സൈഡ് കൊടുക്കാണ്ട് ഓടിക്കുന്നത് കൊണ്ടൊക്കെ ആവാം സൈഡ് കൊടുക്കാത്തത്. പലപ്പോഴും സൈഡ് തരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും സേഫായിട്ട് നമ്മൾ സ്പീഡിൽ ഓടിക്കുക എന്നതിനേക്കാളും എത്ര സേഫായിട്ട് ഓടിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കാറ്.
വള്ളം തുഴഞ്ഞു പോണ പോലെ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കളിയാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാത്ത ഒരുപാട് നല്ല നന്നായിട്ട് ഓടിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ ഒക്കെ റോഡിലേക്ക് അവർ ടൂ വീലറും കൊണ്ടുവരുന്നത്, നിങ്ങൾ വളയം പിടിച്ച് വീട് നോക്കാൻ നിൽക്കുന്നതിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ഒരു അപ്പനെ അല്ലെങ്കിൽ ആ വീട്ടിലെ കുടുംബനാഥനെ സഹായിക്കാൻ വേണ്ടിയാണ് പല അമ്മമാരും റോഡിലേക്ക് ടൂ വീലറും കൊണ്ട് ഇറങ്ങുന്നത്, പോകുന്നത്. അവരെ ഒന്ന് അവരോട് ഒരു എന്താ പറയുക, അവർക്ക് ഇത്തിരി വഴിയൊക്കെ കൊടുത്ത് അവർ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് പിള്ളേരും വരാണ്. പിള്ളേർക്കാണെങ്കിൽ ഒട്ടുമിക്ക പിള്ളേർക്കും ഇപ്പോൾ സൈക്കിളൊക്കെ വേണമെന്ന് വാശി പിടിച്ച് തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പോണ പിള്ളേർ സൈക്കിളൊക്കെ കൊണ്ടായിരിക്കും പോണേ. അപ്പോൾ അവർക്ക് പലപ്പോഴും റോഡിലെ നിയമങ്ങളോ അല്ലെങ്കിൽ വശങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ ഒന്ന് സ്ലോ ആക്കി വണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതൊരു അമ്മയുടെ, ഒരു വീട്ടമ്മയുടെ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കരുതണം. അപ്പോൾ നമ്മൾക്ക് സേഫായിട്ട് പോയ ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, നട്ടല് നെടുന്തൂട് എന്നൊക്കെ പറയുന്ന പോലെ അമ്മയായാലും അപ്പനായാലും ഒരു കുടുംബത്തിൽ ആർക്കായാലും എന്ത് വന്നാലും അതൊരു കുടുംബത്തെ കുറേ നാളത്തേക്കെങ്കിലും ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.